മീനുകൾ ചുംബിക്കുന്നു. അവതാരിക: എഴുത്ത് ഒരു സർഗാത്മക പ്രവർത്തനമാകുമ്പോൾ ആ വ്യക്തിയുടെ മാനസിക വ്യാപാരങ്ങളും ചിന്തകളും വികാരങ്ങളും എന്നുവേണ്ട സൂക്ഷ്മവും സമഗ്രവുമായ എല്ലാ അംശങ്ങളുടെയും പ്രതിഫലനം കൂടിയാണ് അയാളുടെ കൃതിയുടെ ആത്മാവ്. എഴുത്തിന് പുറത്തുള്ള എഴുത്തുകാരൻ്റെ അല്ലെങ്കിൽ എഴുത്തുകാരിയുടെ ജീവിതം കൃതിയിലെ ഒരു കഥാപാത്രത്തിൻ്റേതുപോലെ ഗൃഹാതുരതയുള്ളതും വിഹ്വലമായ ഏതോ അനിശ്ചിതത്വം നിറഞ്ഞതും അകാരണമായ വിഷാദങ്ങളിലൂടെ കടന്നുപോകുന്നതും, എന്നാൽ സൗഹൃദങ്ങളുടെ ആർഭാടങ്ങളിൽ സ്വയം ലയിച്ച് ഇല്ലാതാവുകയും ചെയ്യുന്നുണ്ടെങ്കിൽ അവരുടെ കൃതികളിലൂടെ അതെത്രമാത്രം സന്നിവേശിപ്പിച്ചിട്ടുണ്ട് എന്ന് ശ്രദ്ധിക്കുന്നതും വളരെ കൗതുകകരമായിരിക്കും. മാധവിക്കുട്ടിയെയും ഒ.വി. വിജയനെയും പോലെ കൃതിയും ജീവിതവുമായി ഇഴചേർന്ന് കിടക്കുന്ന ചില എഴുത്തു ജീവിതങ്ങൾ പുതുതലമുറകളിലും കാണാൻ കഴിയുന്നു എന്നത് സാഹിത്യ കുതുകികൾക്ക് തെല്ല ആശ്വാസം പകരുന്നതാണ്. ഇവിടെയാണ് ആ ശ്രേണിയിലേക്ക് അവരുടെ സർഗാത്മക രോഗലക്ഷണങ്ങളുമായി ശ്രീപാർവതി എന്ന എഴുത്തുകാരി കൃതികളുമായി നമ്മുടെ ഇടയിലേക്ക് കടന്നുവരുന്നത്. ശ്രീപാർവതി അധികം എഴുതിയിട്ടില്ലെങ്കിലും എഴുതിയവ എല്ലാം തന്നെ വ്യത്യസ്തവും ശ്രദ്ധേയങ്ങളുമാണ്. അവരുടെ പ്രണയക്കുറിപ്പുകളുടെ സമാഹാരമായ പ്രണയപാതി എന്ന കൃതി തന്നെ നോക്കുക. പ്രപഞ്ചത്തിലെ ഓരോന്നിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന, നമ്മൾ ഒന്നായിരിക്കാൻ പ്രേരിപ്പിക്കുന്ന ഒരു മഹാശക്തിയായി പ്രണയത്തെ നിർവചിക്കുന്നു. മനുഷ്യന്റെ കേവല വികാരം എന്ന തലത്തിൽ നിന്നും ഉയർത്തി എല്ലാത്തിനെയും ബന്ധിപ്പിക്കുന്ന ഒരു പ്രാപഞ്ചിക സത്യമായി പ്രണയത്തെ വ്യാഖ്യാനിക്കാനാണ് ശ്രീപാർവതി ഈ കൃതിയിൽ ശ്രമിച്ചിരിക്കുന്നത്. അത് ആദിമധ്യാന്തമില്ലാത്ത നിർവികാരങ്ങളായ പരിഭവങ്ങളായി വാക്കുകളിലൂടെ പ്രകടിപ്പിച്ചിരിക്കുന്നു. പ്രണയപാതിയിൽ ശ്രീപാർവതിയുടെ രണ്ടാമത്തെ കൃതിയാണ് മീനുകൾ ചുംബിക്കുന്നു എന്ന നോവൽ. പുതിയ കാലത്തെ അനുഭവങ്ങളിലൂടെ ലെസ്ബിയൻ അനുരാഗത്തെ ധീരവും വ്യത്യസ്തവുമായി അവതരിപ്പിച്ചിരിക്കുകയാണ് ഈ കൃതിയിൽ. ആൺവൽക്കരിച്ച പെണ്ണെഴുത്തിൽ നിന്നും വ്യവസ്ഥാപിത സങ്കല്പങ്ങളിൽ നിന്നുമെല്ലാം അകലം പാലിച്ചുകൊണ്ട് സ്ത്രീ പ്രണയങ്ങളുടെ കടലാഴങ്ങളിലേക്ക് ഒരു സഞ്ചാരം നടത്തിയിരിക്കുകയാണ് ശ്രീപാർവതി ഈ കൃതിയിൽ. സോഷ്യൽ മീഡിയയിൽ സജീവമായി ഇടപെട്ടുകൊണ്ടിരിക്കുന്ന പുതുതലമുറയുടെ പ്രതിനിധി കൂടിയാണ് ഈ നോവലിസ്റ്റ്. മീനുകൾ ചുംബിക്കുന്നു എന്ന നോവലിന്റെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ ഇപ്പോൾ ആമസോണിലും ലഭ്യമാണ്. സ്റ്റോറിയോയ്ക്ക് വേണ്ടി പക്കാ സ്റ്റോറിയോ ഈ നോവൽ ഓഡിയോ ബുക്കായി നിങ്ങളുടെ മുൻപിൽ അവതരിപ്പിക്കുന്നു. സ്വീകരിച്ചാലും. മീനുകൾ ചുംബിക്കുന്നു. പെൺപ്രണയത്തിൻ്റെ കടലാഴങ്ങളിലേക്കൊരു സഞ്ചാരം. രചന ശ്രീപാർവതി. 1. കറുപ്പിൻ്റെ രാഷ്ട്രീയം. കറുപ്പിൻ്റെ രാഷ്ട്രീയമോ? നിങ്ങളെല്ലാവരും കൂടി ആ ഒരു വാക്കിനെ രാഷ്ട്രീയവൽക്കരിച്ചതാണെന്നേ ഞാൻ പറയൂ. ദിയ ചർച്ചയ്ക്ക് ചൂട് പകർന്നുകൊണ്ട് കമൻ്റ് ഇട്ടു. നിനക്കങ്ങനെ തോന്നൂ. സവർണ പ്രതിനിധികളുടെ നാവിന് ഇപ്പോഴും ഒരു എല്ലില്ലായ്മയുണ്ട്. വിനയ് പ്രതികരിച്ചു. നിമിഷങ്ങൾ കൊണ്ടാണ് ആ പോസ്റ്റിൻ്റെ ലൈക്ക് 100-ന് മുകളിലെത്തിയത്. വിസ്തരിച്ച ചർച്ചയിൽ ആദ്യമൊന്നും പങ്കുകൊള്ളാതെ എനിക്ക് മാറി നിൽക്കേണ്ടതുണ്ടായിരുന്നു. താരാ ദിലീപ് എന്ന പ്രൊഫൈലിൽ പല്ലു മുഴുവൻ കാട്ടിച്ചിരിക്കുന്ന ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിത്രത്തിന് താഴെ അരമണിക്കൂർ മുൻപിട്ട പോസ്റ്റ് ഇങ്ങനെ വായിക്കാം: ഞാൻ കറുപ്പല്ല. തേനിൻ്റെ നിറത്തിനെ കറുപ്പെന്നാരും വിളിക്കാറില്ലല്ലോ. പക്ഷേ കുട്ടിക്കാലം മുതൽ ഞാൻ കേട്ട ആക്ഷേപങ്ങൾ, കറമ്പി, എണ്ണക്കറമ്പി, അങ്ങനെ. എന്നാലും ഇപ്പോഴത് കേൾക്കുന്നത് എനിക്കൊരു ഹരമാണ്. കാരണം കറുപ്പിനും രാഷ്ട്രീയമുണ്ട്. പലരും അടിച്ചമർത്തിയ ഒരു ജനതയുടെ രാഷ്ട്രീയം. മറുപടി എന്തിടണം? വരട്ടെ, എന്താകുമെന്നറിയട്ടെ. ജാതിയുടെ അഹങ്കാരം ഇപ്പോഴും എല്ലാവർക്കും ഉണ്ട്.
അതെത്ര പറഞ്ഞാലും ഇല്ലാതാകാൻ പോകുന്നില്ല. അഷ്റഫ്: കറുപ്പ് നിറമുള്ളവർക്കും ഒരു മണമുണ്ട്. പക്ഷെ എനിക്ക് ഇഷ്ടമാണ് ആ മണം. കറുത്ത പെണ്ണുങ്ങൾക്ക് വല്ലാത്ത അഴകാണേ. അൻസാർ: അൻസാറിനല്ലെങ്കിലും ഒരു ഇളക്കമുണ്ട്. ഇത്തരം എത്ര പേരെ എന്നും കാണുന്നു. പ്രതികരിക്കാൻ നിന്നാൽ പിന്നെ അതിനേ നേരം കാണും. ചില സമയങ്ങളിൽ നിശബ്ദതയാണ് ഏറ്റവും ശക്തമായ മറുപടി എന്ന് പറഞ്ഞത് അവളാണ്, ആഗി. അറിയുന്ന കാര്യം തന്നെ. പക്ഷേ എത്ര അറിയാമെങ്കിലും ചിലർ ചിലതു പറയുമ്പോൾ ആ വാചകത്തിന് മുൻപെങ്ങുമില്ലാത്ത പ്രകാശം വന്നു നിറയുന്നു. അവിടെ നക്ഷത്രങ്ങൾ വന്ന് ഒളിച്ചിരിക്കുന്നു. ആഗിയെക്കുറിച്ചോർത്തപ്പോൾ എൻ്റെ നെഞ്ചിൽ എന്തോ വന്ന് നിറഞ്ഞു തുളുമ്പുന്നു. ഇതിപ്പോ ആദ്യമായല്ല. ഇടയ്ക്കിടയ്ക്ക് നെഞ്ചിലെന്തോ തുളുമ്പി വന്ന് കുത്തി മറിഞ്ഞ് ഒടുവിലൊരു ശാന്തമായ പുഴ പോലെ ശബ്ദമില്ലാതെ ഒഴുകി മറയുന്നു. എന്തോ ആകട്ടെ. മടിയിലെ ലാപ്പിൽ നിറയുന്ന കറുത്ത അക്ഷരങ്ങളിലേക്ക് ചിന്തകളുടെ ഭാരം വന്നു വീഴുന്നു. ഇത്തിരി നിശബ്ദതയ്ക്കുള്ള ഇടം തരൂ. പക്ഷേ വിഷയം കറുപ്പുമൊക്കെ ആയതുകൊണ്ടാകാം അഭിപ്രായങ്ങളുടെ പെരുമഴക്കാലം. ഇടയ്ക്കിടയ്ക്കൊക്കെ നമ്മളിങ്ങനെ ആൾക്കാരുടെ ചങ്ക് കലക്കുന്ന പോസ്റ്റുകൾ ഇട്ടാലേ ജീവിച്ചിരിക്കുന്നു എന്ന തോന്നലുണ്ടാകുന്നുള്ളൂ. ആഗി പറയുന്നു. അവൾ പോയി തുലയട്ടെ. വിനയ്, താൻ കണ്ടില്ലേ, കഴിഞ്ഞ മാസം ഒരു സ്ത്രീ വെളുത്ത ശരീരത്തിൽ കറുപ്പണിഞ്ഞുകൊണ്ട് കറുത്ത നിറമുള്ളവരുടെ ദുഃഖമറിയാൻ നഗരത്തിലൂടെ ഇറങ്ങി നടന്നത്? അവരെന്ത് നേടി? ചുമ്മാ ഒരു ഷോ, പിന്നെ ഒരു പുസ്തകം, പ്രശസ്തി. എന്നാൽ അതേ തരത്തിൽ ഒരു ജന്മനാ കറുത്ത പെൺകുട്ടി പുസ്തകം എഴുതിയാൽ കിട്ടുമോ? പറയാൻ എളുപ്പമാണ് വിനയ്. ദിയ രോഷം കൊള്ളുന്നു. ഇത്തിരി നേരം കഴിഞ്ഞു വിനയുടെ മറുപടി വരാൻ. അപ്പോഴേക്കും ഇടയിൽ വന്ന ചില കമന്റുകൾ അവഗണിക്കുകയാണ് നല്ലത്. യാതൊരു കാര്യവുമില്ലാതെ ഇടയ്ക്ക് ചിലർ വന്ന് തോണ്ടി നോക്കും. പെണ്ണിന്റെ പോസ്റ്റല്ലേ, അങ്ങനെയൊക്കെ ഉണ്ടാവും. താൻ ഇത്തരത്തിൽ പറയും. പക്ഷേ അവർ ഒരു പ്രതീകമാണ്. അതുപോലും മനസ്സിലാകാതെ പ്രതികരിച്ചോളും. കറുത്തവൻ പറഞ്ഞാൽ ആരും കേൾക്കില്ല എങ്കിൽ അവർക്ക് വേണ്ടി പറയാൻ ആരെങ്കിലും വേണ്ടേ? ആ അവസ്ഥയിലായാലല്ലേ അവർ നേരിടുന്ന അവസ്ഥകളെ തിരിച്ചറിയാനും പ്രതികരിക്കാനും പുസ്തകമെഴുതാനും കഴിയൂ. വിനയ്: യഥാർത്ഥത്തിൽ കറുത്ത വിപ്ലവം തുടങ്ങിയത് നങ്ങേമയല്ലേ? ആതിര: ഈ നങ്ങേമയാരാതിരെ? വീണ്ടും അൻസാർ: എനിക്കും തോന്നിയിട്ടുണ്ടത്. ശരിക്കും വിപ്ലവം തുടങ്ങുന്നത് നിറത്തിന്റെ രസതന്ത്രത്തിലാണ്. മുലക്കരത്തിനെതിരെ സ്വന്തം ജീവൻ പോലും നഷ്ടപ്പെടുത്തി വിപ്ലവം നയിച്ചവളാണ് നങ്ങേമ. അവരുടെ അത്ര സ്ത്രീ ഫെമിനിസ്റ്റുകൾ ഇന്നുണ്ടോ? വിനയുടെ മറുപടി: നങ്ങേമ എന്ന ദളിത സ്ത്രീയാണ് ആദ്യത്തെ ഫെമിനിസ്റ്റ്. വീണ്ടും ആതിര: ചർച്ച ആവശ്യമില്ലാതെ കാട് കയറുകയാണ്. പക്ഷേ കറുപ്പിന്റെ രസതന്ത്രം ഇവരെയൊന്നും ബാധിക്കുന്നില്ലല്ലോ. വെറും ചർച്ചകൾക്കപ്പുറം ഇവരൊന്നും കറുപ്പല്ലല്ലോ. എന്നാലും എന്തെങ്കിലും പെൺവിഷയം കണ്ടാൽ ചർച്ചയ്ക്ക് മനുഷ്യർക്ക് ഒരു മടിയുമില്ല. മറുപടികൾ ചിലയിടങ്ങളിൽ അനിവാര്യമായതുകൊണ്ട് മാത്രം നൽകപ്പെടേണ്ടതാണ്. ചിലപ്പോൾ മറുപടികൾ അർത്ഥശൂന്യമാകും. അത്തരമിടങ്ങളിൽ വാക്കുകൾക്കുമേൽ കുതിരകയറ്റം നടത്തരുത്. നിശബ്ദതയാണ് ഏറ്റവും വലിയ സമരായുധം. വീണ്ടും ആഗിയുടെ വാക്കുകളിൽ പ്രകാശം പരക്കുന്നു. ലാപ്പിൻ്റെ കറുത്ത ഇത്തിരി കുഞ്ഞൻ കട്ടകളിൽ എനിക്ക് വാക്കുകളെ കൊരുത്തിടേണ്ടതുണ്ടായിരുന്നു. എനിക്കറിയില്ല എന്തിന് ഇതിൽ ആണും പെണ്ണും എന്ന് വേർതിരിവെന്ന്. ഒരു പുരുഷൻ അവൻ്റെ നിറം കുറവാണെങ്കിലും വിവാഹം കഴിക്കുന്ന പെണ്ണ് വെളുത്ത നിറമായിരിക്കണം. സ്ത്രീകൾക്ക് മുഖം വെളുപ്പിക്കാൻ ക്രീമുകൾ. കറുപ്പിന് 7 അഴക് എന്ന് പറഞ്ഞാലും മുഖം കറുപ്പാക്കാൻ ഇവിടെ എത്ര കമ്പനികൾ ക്രീം ഇറക്കുന്നുണ്ട്. ഞാൻ ദളിതയല്ല. എൻ്റെ അമ്മ വെളുത്തതാണ്. അച്ഛൻ്റെ നിറമാണ് എനിക്ക്. പക്ഷേ എനിക്ക് ദളിതരോ നായരോ നമ്പൂതിരിയോ തമ്മിൽ പ്രത്യേകിച്ചൊരു വ്യത്യാസവും തോന്നിയിട്ടില്ല. അത്ര വലിയ ബുദ്ധിമുട്ടൊന്നും നിറത്തിൽ എനിക്ക് അനുഭവിക്കേണ്ടി വന്നിട്ടില്ല. ഒരു പക്ഷേ ജാതിവാല് അന്ന് കൂടെ ഉണ്ടായിട്ടുള്ളത് കൊണ്ടാവണം. ഇന്നതിൻ്റെ പ്രസക്തിയില്ലായ്മ എനിക്ക് നന്നായി അറിയാം. അപമാനിക്കപ്പെടേണ്ടവർ എന്നും അപമാനിക്കപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു. നിറം കൊണ്ടായാലും ജാതി കൊണ്ടായാലും. ഞാൻ വളരെ സേഫ് സോണിൽ ജീവിക്കുന്ന ഒരു സ്ത്രീയാണ്.
ഇത്തിരി കറുപ്പ് കലർന്നു എന്നതുകൊണ്ട് ഞാൻ ഭർത്താവിനാൽ ഉപേക്ഷിക്കപ്പെട്ടിട്ടില്ല. പക്ഷേ അങ്ങനെ നിരാസത്തിൻ്റെ പടുകുഴിയിൽ വീണവരെ എനിക്കറിയാം. അവരോടൊക്കെ ഞാൻ എപ്പോഴും ഐക്യദാർഢ്യപ്പെട്ടുകൊണ്ടേയിരിക്കും. കറുപ്പ് പൂശി ജീവിക്കുമ്പോൾ അറിയാം കറുപ്പിൻ്റെ ദുഃഖം. അങ്ങനെ നടന്നവർ അത് തിരിച്ചറിഞ്ഞു എന്നു തന്നെ ഞാൻ വിശ്വസിക്കുന്നു. സ്കൂൾ കാലങ്ങളിലൊക്കെ പലപ്പോഴും എൻ്റെ നിറത്തോട് എനിക്ക് തന്നെ വെറുപ്പ് തോന്നിയിട്ടുണ്ട്. കളിയാക്കലുകൾ ലഭിച്ചിട്ടുണ്ട്. പിന്നെ ഉരുകി ഉരുകി വെയിലിൽ വാടാത്തവളായി ഞാൻ പുനർജനിക്കപ്പെട്ടു. അതുകൊണ്ട് കറുപ്പിൻ്റെ രാഷ്ട്രീയത്തെ ഞാൻ അറിയുന്നുണ്ട്. പിന്നെയും എന്തൊക്കെയോ പറയാൻ ബാക്കിയുള്ളതുപോലെ. എന്നാൽ പാതിയിൽ നിർത്തി ലാപ്പ് അടച്ചുവെച്ച് മറുപടികൾ പോലും നാളത്തേക്ക് മാറ്റിവെച്ച് 4 വയസ്സുകാരി അന്നൂൻ്റെ അമ്മ മാത്രമാകേണ്ടതുണ്ട്. പാതി തുറന്നു കിടക്കുന്ന ജനലിലൂടെ രാത്രികൾ വീടിനുള്ളിലേക്ക് കരിമ്പടം വലിച്ചിടുന്നു. അന്നൂനോട് ഏറെ ചേർന്നാണിപ്പോൾ എൻ്റെ കിടപ്പ്. ഇപ്പോൾ അവൾക്കല്ല, എനിക്കാണ് അവളുടെ ചൂട് വേണ്ടത്. അമ്മയുടെ വാക്കുകൾ എവിടുന്നോ തിരയടിച്ചെത്തുന്നു. നീ അച്ഛൻകുട്ടിയാ, നിറം കൊണ്ട് വരെ. അമ്മയുടെ വാക്കുകൾ ഉരുകിപ്പിടിച്ചിരിക്കുന്നു. അത് വിട്ടുപോകാതെ അമ്മയുടെ വെളുത്ത നിറത്തിൽ തൊടാൻ മടിക്കുന്നു. അമ്മ അങ്ങനെയൊന്നുമല്ല, സ്നേഹമുള്ളവളാണ്. എന്നിട്ടും നിലയുറയ്ക്കാതെ സ്വന്തം വീട്ടിലെ മുറ്റത്തേക്ക് ഒരു സന്ധ്യയ്ക്ക് എനിക്ക് നടന്നു കയറി ചെല്ലേണ്ടതുണ്ടായിരുന്നു. സ്റ്റോറിയോയ്ക്ക് വേണ്ടി പക്കാ സ്റ്റോറിയോ അവതരിപ്പിക്കുന്ന ഈ ഓഡിയോ ബുക്കിന്റെ പിന്നിൽ പ്രവർത്തിച്ചവർ: രചന ശ്രീ പാർവതി, അവതരണം KP ഉമ, ശബ്ദലേഖനം ജെയ്സൺ ജോൺ, സ്റ്റുഡിയോ M സൗണ്ട് ഫാക്ടറി, കൊച്ചി. സംഗീതം മിനിഷ് തമ്പാൻ, സ്റ്റുഡിയോ M സൗണ്ട് ഫാക്ടറി, കൊച്ചി. നിർമ്മാണം S രമേഷ് കുമാർ.